ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് നാള് ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയെ എങ്ങനെ മറക്കാം? ഇപ്പോൾ ഈ മോഡേൺ റിലേഷൻഷിപ്പ് എടുത്തു നോക്കിയാൽ ചീറ്റിങ്, ടോക്സിക് റിലേഷൻഷിപ്പ്, അതുപോലെ സിറ്റുവേഷൻഷിപ്പ്, അതുപോലെ വൺ സൈഡ് ലവ്, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ സംഭവിക്കുന്ന സമയത്താണ് ആ ബന്ധം ഒരു ബ്രേക്കപ്പിലേക്കൊക്കെ പോകാറ്. ബട്ട് ഡ്യൂ ടു സം റീസൺസ് മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അതുവരെ ഉണ്ടായിരുന്ന അവരുടെ പാർട്ട്ണറിനെ മറക്കാൻ പറ്റണമെന്നില്ല. അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് അങ്ങനത്തെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം? ആ വ്യക്തിയെ എങ്ങനെ മറക്കാം? ഈ ചാനലിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതായാൽ, ബ്രേക്കപ്പ് ആയാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെ പറ്റിയും മുന്നോട്ടുള്ള വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പോൾ കാണുന്നവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും അറിയിക്കുക. ഈ ബ്രേക്കപ്പായി പോയ ആളെ മറക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നതിന് നമ്മുടെ കുറച്ച് ആക്ടിവിറ്റീസും കാരണമാണ്. അത് ഏതൊക്കെയാണെന്ന് ആദ്യമേ പറയാം. ആദ്യത്തേത്, ഈ ബ്രേക്കപ്പായി പോയ ആളിൻ്റെ എന്തെങ്കിലും മെമ്മറീസ് കയ്യിലുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ അയാളുടെ ഫോട്ടോ, വീഡിയോ, അതുപോലെ പോസ്റ്റ് ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെച്ചിട്ട് പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നത്. രണ്ടാമത്തേത്, ഈ സോഷ്യൽ മീഡിയയിൽ അയാളെ സ്റ്റോക്കിങ് ചെയ്യുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ ഇട്ടിട്ട് പോയ വ്യക്തിയുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് അയാളുടെ അപ്ഡേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുക. അയാൾ ഏത് സ്റ്റോറി ഇട്ടേക്കുന്നു, ഏത് വീഡിയോ ഇട്ടേക്കുന്നു, ഏത് ഫോട്ടോ ഇട്ടേക്കുന്നു, ഇതൊക്കെ ചെക്ക് ചെയ്യുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ അക്കൗണ്ട് കയറി നോക്കുക, അയാളുടെ അപ്ഡേഷൻസ് ചെക്ക് ചെയ്യുക. അതുപോലെ അയാളുടെ പഴയ ചാറ്റുകൾ ഇടയ്ക്കിരുന്ന് വായിക്കുക. അതുപോലെ കോൾ റെക്കോർഡിങ്സ് ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കേൾക്കുക. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അയാളെ മറക്കാൻ പറ്റില്ല. നിങ്ങൾ ശരിക്കും മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ശരിക്കും നിങ്ങളെ തന്നെ ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വക ആക്ടിവിറ്റീസ് നിർത്തുക. ഗാലറിയിൽ നിന്ന് അയാളുടെ ഫോട്ടോസും പോസ്റ്റുകളും എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുക. അതുപോലെ അയാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുക. അയാളുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ ഒഴിവാക്കുക. ഇനി ഒരിക്കലും അയാൾക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് അയാളെയോ കണക്ട് ചെയ്യാൻ സാധിക്കരുത്. ആ തലത്തിലേക്ക് നിങ്ങൾ സിറ്റുവേഷൻസ് കൊണ്ടുവരിക, ഹാൻഡിൽ ചെയ്യുക. ഇനിയും ഇതൊക്കെ ചെയ്താലും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സിമ്പതി തോന്നും. അതായത് എത്ര ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് ബ്രേക്കപ്പ് ആയതിനു ശേഷം ആ റിലേഷൻഷിപ്പിലെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ മൈൻഡിൽ വരിക. മറിച്ച് അതിൽ ടോക്സിസിറ്റി നിറഞ്ഞ ഓർമ്മകൾ ഒരിക്കലും നമ്മുടെ മൈൻഡിൽ വരില്ല. ഇത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രശ്നമാണ്. ഹ്യൂമൻ മൈൻഡ്, മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഇത് മറികടക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണമുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ, ഏതെങ്കിലും ഒരു ജോലിയിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബിസിയാകുക എന്നുള്ളതാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ മാക്സിമം ബിസി ആവുകയാണെങ്കിൽ, ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ നമ്മൾ ബിസി ആവുകയാണെങ്കിൽ ഇത്തരം ഓർമ്മകൾ നമ്മളിലേക്ക് വരില്ല. വീഡിയോയിലെ ലാസ്റ്റ് കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഒരു റിവെഞ്ച് മനോഭാവത്തോടെ ജീവിക്കാതിരിക്കുക. പല ആൾക്കാരും ഈ ബ്രേക്കപ്പായി പോയ ആൾക്കാരോട് ഒരു റിവെഞ്ച് കാത്തു സൂക്ഷിക്കും. അതായത്, നീ നോക്കിക്കോ, ഞാൻ സക്സസ്ഫുൾ ആകും, അപ്പോൾ നീ റിഗ്രറ്റ് ആവും, നിനക്ക് റിഗ്രറ്റ് അടിക്കും, നീ അതോർത്ത് പശ്ചാത്തപിക്കും, എന്നെ വിട്ടിട്ട് പോലും നീ പശ്ചാത്തപിക്കും, ഇങ്ങനെയൊക്കെ അവർ പറയും. ഇങ്ങനെയുള്ള ഒരു ചിന്തയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെപ്പറ്റി ഇനി അവർക്ക് ഒരു റിഗ്രറ്റും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ ലൈഫ് ഇനി എങ്ങനെയായാലും, നിങ്ങൾ സക്സസ്ഫുൾ ആയാലും ശരി ഇല്ലെങ്കിലും ശരി, അതൊന്നും തന്നെ അവരെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. നിങ്ങൾ ഇനി എങ്ങനെയായാലും എങ്ങനെ ജീവിച്ചാലും അവർക്കതൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഷോ ഓഫ് അവസാനിപ്പിക്കുക. നിങ്ങൾ സക്സസ്ഫുൾ ആവേണ്ടത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടി മാത്രമായിരിക്കണം. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ ഗുണവും ദോഷവും നിങ്ങൾക്ക് തന്നെയാണ്, അല്ലാതെ അവർക്കല്ല. അവർക്ക് അതൊന്നും അറിയേണ്ട കാര്യവുമില്ല. അതുപോലെ ഈ ഇട്ടിട്ട് പോയവർ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ അവർ വീണ്ടും തന്നെ തേടി വരും എന്നുള്ള വിചാരവും ദയവായി മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.